അയ്യോ നമ്മളെ പെട്ടി അല്ല അത് മെയിൻ സാധനം. ഒരു സാധനം ക്ലിയർ ആക്കണ്ട്. ഈ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നാണെങ്കിലും ഞാനത് ഫണ്ണായിട്ട് എടുക്കുന്നുള്ളൂ. ബട്ട് നെക്സ്റ്റ് തിങ് പലരും പറയുന്നത് നന്ദനയ്ക്കൊരു വീട് എന്ന് പറഞ്ഞ പദ്ധതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന അല്ല അത് ആര് പറഞ്ഞാലും അത് നിങ്ങളെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ പറയുന്നത് നന്ദനയ്ക്കൊരു വീടിന്റെ പദ്ധതിന്റെ ഒന്നും ആവശ്യമില്ല. 10-23 വയസ്സിൽ ഈ കുട്ടി സമ്പാദിച്ചതും ഈ അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് നിന്ന് പുറത്തായില്ലേ, സായി കൃഷ്ണ ബിഗ് ബോസ് നിന്ന് പുറത്തായി. അപ്പോൾ സായി കൃഷ്ണയ്ക്ക് ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിനകത്തു നിന്ന് തന്നെ ഇവർ പണപ്പെട്ടി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതലായിട്ടും നന്ദനയ്ക്കായിരുന്നു പണത്തിൻ്റെയൊക്കെ ആവശ്യം. അതുകൊണ്ട് തന്നെ നന്ദന എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ ആ പണപ്പെട്ടി വരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നന്ദന ഔട്ടായി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ പണപ്പെട്ടി കൊണ്ടുവച്ച സമയത്ത് അവിചാരിതമായി സായി പെട്ടെന്ന് പൈസ എടുക്കുകയും അത് ആ പെട്ടി തൊട്ട് കഴിഞ്ഞാൽ പുറത്ത് പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ തന്നെ സായി ആ 5 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 5 ലക്ഷം രൂപയായിട്ട് സായി പുറത്ത് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ പുറത്ത് വന്നിട്ട് ഉള്ള സംസാരമൊക്കെ എന്താണെന്ന് വെച്ചാൽ സായി ആ 5 ലക്ഷം നന്ദനയ്ക്ക് കൊടുക്കും എന്നൊക്കെയായിരുന്നു. നന്ദനയും അതുപോലെ സിജോ, സായി ഇവരൊക്കെ ഒരു എന്താ പറയുക ചേട്ടൻ അനിയൻ ചേട്ടന്മാർ പെങ്ങളെ എന്നുള്ളൊരു ഇതായിരുന്നു ആ ബിഗ് ബോസിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരെല്ലാം വിചാരിച്ചത് ഇപ്പോൾ ഈ 5 ലക്ഷം എടുത്തിട്ട് എന്തായാലും സായി നന്ദനയ്ക്ക് കൊടുക്കും എന്നാണ് വിചാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത്രയും കഷ്ടപ്പെട്ട് നിന്ന് കളിച്ച് ഗെയിം കളിച്ച് പുറത്ത് വന്ന ആ 5 ലക്ഷമായിട്ട് പുറത്ത് വന്ന ആള് പുറത്തുള്ള ആൾക്കാർ ചോദിക്കുന്നതിന് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് പറയണം, കുറച്ചെങ്കിലും ഒരു മര്യാദ വേണ്ടതെന്നാണ്. അവൻ അത്രയും ഗെയിം പ്ലാനോട് കൂടിയാണ് സായി അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ആദ്യം തന്നെ ചോദ്യമാണ് ഈ 5 ലക്ഷം നന്ദനയ്ക്ക് കൊടുക്കുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു പോസിബിളായിട്ട് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നന്ദന എന്താ പറയുക ഒരു കിടപ്പ് രോഗിയോ അല്ലെങ്കിൽ വയ്യാതെ കിടക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക രോഗമുള്ളവളോ അല്ലെങ്കിൽ കയ്യോ കാലോ ശേഷി ഇല്ലാത്തവളോ അങ്ങനെയുള്ളതൊന്നുമല്ല. അവൾക്ക് വെറും 23 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും ജീവിതം നീണ്ടു കിടക്കുന്നു. അതിൽ ഒരുപാട് അവൾക്ക് കിടക്കുന്നുണ്ട് ഒരു വീട് എന്നുള്ളൊരു ഇത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശരിയാണ് അവർ സഹായിക്കുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ 5 ലക്ഷം എടുത്തത് നന്ദനയ്ക്ക് കൊടുക്കാനാണ് എന്നുള്ളൊരു ഇത് പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് സായി പറഞ്ഞ കുറച്ച് വാക്കുകൾ കൂടെ കേട്ടിട്ട് വരാം കേട്ടോ. കേട്ട് നോക്കൂ. ചർച്ചകൾ പലതും ആവാം. ഞാൻ എന്താണോ നന്ദുവിന് ചെയ്യുന്നത് അതിന് ഞാനോട് പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ ടോക്സ് ആ ഡിഫറൻസ്. എനിക്ക് ആസ് എ പേഴ്സൺ നന്ദു എന്ന് പറയുന്നത് സിസ്റ്ററാണ്. എനിക്ക് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ളൂ അതൊക്കെ ഞാൻ നന്ദുവിന്റെ കാര്യത്തിൽ ചെയ്യും. അതും അങ്ങനെയൊക്കെ ഇക്വേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ തോട്ട്സ് ആണ്. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതിലും നമുക്ക് കടന്നു കയറിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. എന്താണ് സായിൻ്റെ ഓരോ കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ സായിൻ്റെ ഡബിൾ സ്റ്റാൻഡ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് കണ്ടു. അവൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ കളിച്ചു. ആ ഒരു ഷോ കിറ്റ് ചെയ്തിട്ട് 5 ലക്ഷമായിട്ട് പുറത്ത് വന്നു. അത് കൊടുക്കാതിരിക്കുന്നതും സായി കൃഷ്ണയുടെ ഇഷ്ടമാണ്. അതിന് കിടന്നിട്ട് നമ്മൾ പുറത്തുള്ളവർ കിടന്നിട്ട് നമ്മൾ ഇത് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. നന്ദനയ്ക്ക് കഴിവുണ്ടെങ്കിൽ നന്ദന വീട് വെച്ച് ഇതാവും. നന്ദന പറയുന്നൊരു വ്യക്തി ഒരു ഇതുമില്ലാത്തൊരു കുട്ടിയാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അവൾക്ക് വീട് വെക്കാവുന്നതേ ഉള്ളൂ. ഈ പുറത്തുള്ളവർ എന്തിനാണ് ഇങ്ങനെ സായിനെ ഇതാവണമെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എയർപോർട്ടിൽ വന്നിട്ട് ജാഫർ ഖാൻ്റെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് കണ്ടിട്ട് വരാട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. മറുപടി എന്താണ്? എനിക്ക് പലതും തോന്നാം. നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ ഇവര് ചോദിക്കുന്നത് ജാസ്മിൻ്റെ ഉപ്പായും സീക്രട്ട് ഏജന്റും സായി കൃഷ്ണയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചും ഭയങ്കര ഇതായിട്ട് പുറത്ത് നടക്കുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഇതിലേക്ക് പോകുന്ന ഒരാളോട് ഒന്ന് പറയും, ഇതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയും. ആ ഒരു ഇതാണ് സായി അവിടെ ചെയ്തത്. പക്ഷേ സായിക്ക് എല്ലാം കൂടെ കൂടി മറിഞ്ഞ് പുറത്ത്
പുറത്തുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയാതെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ആകെ സംഗതി വഷളായി. പിന്നെ ബിഗ് ബോസ് വാണിംഗ് ഒക്കെ കൊടുത്ത് അത് അവിടെ നിർത്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും, നമ്മളിപ്പോൾ ഒരു ഇതിൽ പെട്ട് കിടക്കുകയാണ്, അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനല്ലേ ആരാണെങ്കിലും നോക്കുകയുള്ളൂ. അപ്പോൾ ജാസ്മിയുടെ വാപ്പയും അതാണ് സായി കൃഷ്ണയോട് പറഞ്ഞത്. പക്ഷെ അതെല്ലാം വേറൊരു രീതിയിലായിപ്പോയി, അതാകെ അവിടെ പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഈ പെട്ടി കൊടുക്കുമോ ഇതാവുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നവരോട് എനിക്കൊന്ന് പറയാനുള്ളൂ, അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു തുക ഇപ്പോൾ വെറുതെ നമുക്ക് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ശരി, അതിൽ കുറച്ചൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഫുൾ എമൗണ്ടും ആ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് യോജിക്കാൻ കളിയുടെ ഭാഗമായിട്ട് എന്താണ് ബിഗ് ബോസിൽ പലതും ചെയ്യും. അപ്പോൾ എന്താണ് അങ്ങനെ പറയും ഇങ്ങനെ പറയും പലതും ചെയ്യും. അവർ ആ ഗെയിമിൻ്റെതായിട്ടാണ് അവരെല്ലാവരും അത് കണ്ടിരിക്കുന്നത്. പക്ഷെ ഗബ്രി ജാസ്മി കാണിച്ചത് അവർ ഗെയിം മാത്രമല്ല കേട്ടോ, അവരുടെ ജീവിതം വെച്ചിട്ടാണ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജാസ്മിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. എന്ത് തന്നെയാണെങ്കിലും പണപ്പെട്ടി കൊടുത്തിട്ടില്ല എന്നുള്ളൊരിതിന് ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നന്ദനയ്ക്ക് സമ്പാദിച്ചൊരു വീട് വെക്കാനുള്ള കഴിവും ത്രാണിയും അവൾക്ക് ഇപ്പോൾ ഉണ്ട്, ആ ഒരു കഴിവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതിൽ ഇപ്പോൾ ഇവർ എന്താണ് സായി കൃഷ്ണ ഈ 5 ലക്ഷം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടു, ഇത് അവൻ്റെ ഡബിൾ സ്റ്റാൻഡ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്, സീക്രട്ട് ഏജൻറ്റ് ചതിക്കുകയായിരുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും സീക്രട്ട് ഏജൻറ്റ് ചതിക്കുമെന്ന് വരുന്നില്ല. സായി കൃഷ്ണ ഒരു ഗെയിം പ്ലാനോട് കൂടിയാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗെയിം പ്ലാനോട് കൂടി അവനക്ക് തിരക്കേടില്ലാത്ത പൈസ കിട്ടുമെന്ന് തോന്നി അത് ഇറങ്ങി. അവനക്ക് എന്തായാലും പുറത്തുള്ള എല്ലാം കണ്ടിട്ടാണ് അവൻ അകത്തോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ അവനക്ക് എന്തായാലും അറിയാം എനിക്ക് കപ്പ് അടിക്കില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം സായി കൃഷ്ണ എന്താണ് എമൗണ്ട് എടുത്തിട്ട് പുറത്തിറങ്ങിയത്. അതിന് ഇനി ഇത്രയും ഇതും കമൻറ്റ് ഇടേണ്ട, നെഗറ്റീവ് കമൻറ്റ്സ് ഇടേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പറഞ്ഞിട്ട് തോന്നി, അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.